ഹേ ഗൈസ്, അപ്പോൾ ഇതൊരു മിനി ട്രാവൽ വ്ളോഗാണ്. ഞാൻ കുറച്ച് നാളായിട്ടുണ്ട് ഇങ്ങനത്തെ മിനി ട്രാവൽ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. നേരത്തെ ഞാൻ ഷോർട്സിലൊന്നും ഇടുമായിരുന്നു, ഇപ്പം അതൊന്നും ഇടാറില്ല. അപ്പം നമ്മൾ ചലഞ്ചിൻ്റെ പുറകെ ആയിരുന്നല്ലോ കുറച്ചധികം ദിവസമായിട്ട്. അപ്പോൾ അതൊന്നുമില്ല, ഇപ്പം എന്തായാലും നാട്ടിൽ പോവാണ്. എന്നാ ദിയ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം മീയനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. പിന്നെ ഈ 2 പേർക്കാണെങ്കിലും ഈ ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരുങ്ങി നടക്കുന്നതൊക്കെ. എന്നെപ്പോലെ ഒട്ടുമല്ല, അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നിന്ന് തരും, അനങ്ങാണ്ട് ഇങ്ങനെ നിന്ന് തരും. ഒരു കുഴപ്പമുണ്ടാക്കില്ല, പരാതിയും പറയത്തില്ല, നല്ല വൃത്തിയാണ് നിന്ന് തരും. എനിക്കൊക്കെ ആണെങ്കിൽ കണ്ണെഴുതാൻ പോലും മടിയാണ്, അവളൊക്കെ നന്നായിട്ട് ഞാൻ നിന്ന് കൊടുക്കും. ഞാൻ പിന്നെ ഒരുക്കി കൊടുക്കാറൊന്നുമില്ല, അമ്മയാണ് ഈ പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവക്ക്. കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ആണെങ്കിൽ ലിപ് ബാം ഒക്കെ ആണെങ്കിലും കറക്റ്റൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പം ഇതിൻ്റെ അടുത്ത് വരുന്ന ക്ലിപ്പിൽ കാണാൻ നല്ല കണ്ണടിലൊക്കെ പോയിട്ട് അത് സെറ്റാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവള് റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഇവളുടെ ആധാർ റെഡിയാക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. മിയയുടെ ആധാറൊക്കെ സെറ്റായി, ഇവളുടെ ആയിരുന്നു റെഡി ആവാനുള്ളത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വണ്ടി തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പരിപാടി അതായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ഫ്രൈഡേ സ്കൂളിൽ, അതുകൊണ്ട് തന്നെ ലീവ് എടുത്തു. ഇവളും പോയില്ല, ഞാനും പോയില്ല. പിന്നെ ഇനി എനിക്ക് അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഇനി എഴുതേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല. ഇത് 2 ദിവസം സ്വന്തം സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുന്ന വേറൊരു കുട്ടി ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കണ്ണാടിയിലൊക്കെ നോക്കി സ്വന്തമായിട്ടൊക്കെ ഒരുങ്ങാറുണ്ട് ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട്. ഇതെങ്ങനെ സാധിക്കുന്നതെന്നാണ് ഞാൻ എനിക്ക് ആലോചിക്കാറുണ്ട്. സ്വന്തമായിട്ടൊക്കെ എനിക്കൊരു ഒരുങ്ങും. ഇടയ്ക്ക് കുളമായി പോകാറുണ്ട്, പിന്നെ ഇടയ്ക്ക് നന്നാവാറൊക്കെയിട്ട്. പിന്നെ ഇവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര കലബലാ സംസാരമായിരുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം. പിന്നെ ലാസ്റ്റ് അമ്മ പിടിച്ച് നിർത്തി. അതിനുശേഷം ഞങ്ങൾ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യമേ തന്നെ പോകേണ്ടായിരുന്നത് ഇവളുടെ ആധാർ റെഡിയാക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ നേരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടായിരുന്നു. അവിടുന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുറേ ടൈം എടുത്തു. ഭയങ്കര ലാഗായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച തിരക്കൊന്നും കാണില്ല, ഒരു വർക്കിംഗ് ഡേ അല്ലേ, അപ്പോൾ ഒട്ടും തിരക്കൊന്നും കാണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് കുഴഞ്ഞ് പാരി ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു സ്പോട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നോക്കിയിട്ട് അവിടെ ഫുഡ് കഴിക്കാനൊരു സ്പോട്ട് നോക്കി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് വരാനുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ഒരു നീണ്ട ഒരു 5-10 മിനിറ്റ് കാത്തിരുന്നു ഫുഡുകൾ വരാനായിട്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റൊമാലി റൊട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ 65, ബീഫ് റോസ്റ്റ്, അപ്പം. എനിക്ക് അപ്പം മതിയായിരുന്നു, എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തിനൊപ്പം എന്ത് കിട്ടിയാലും കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് അപ്പം. നോൺ വെജ് എന്ത് കിട്ടിയാലും കഴിക്കും, എനിക്ക് വെജ് വലിയ താല്പര്യമില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, വയറ് നിറച്ച് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ വണ്ടി കയറിയിട്ട് ഒറ്റ ഉറക്കമായിരുന്നു. അമ്മ പാവം വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട്, പക്ഷേ പാട്ടിട്ടത് അത്യാവശ്യം ഉറങ്ങാൻ പറ്റുന്ന പാട്ടൊന്നും ആയിരുന്നില്ല ഇട്ടത്. എന്നാലും ഞങ്ങൾ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ പാവം വണ്ടി ഓടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കം എഴുന്നേറ്റപ്പോഴേക്കും ഞങ്ങൾ എത്താറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോഴും അവൾ കൂടെ ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ സീറ്റൊക്കെ ചാരിയിട്ടിരുന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ അവളെ ഞാൻ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ അതിൻ്റെ ദേഷ്യത്തിലായിരുന്നു എൻ്റെ അടുത്ത്. അവളെ എഴുന്നേൽപ്പിച്ച് എൻ്റെ ദേഷ്യത്തിലായിരുന്നു, ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇടയ്ക്ക് ചിരിച്ച് കാണിച്ച്, ആദ്യമൊക്കെ ചിരിച്ച് കാണിച്ച്, പിന്നെ അത് എന്നെ കാണിക്കണ്ട, അങ്ങോട്ട് കാണിക്കുന്നു പറഞ്ഞ് ക്യാമറ തിരിക്കുകയായിരുന്നു. എന്നോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ മിയനെ കാണാനുള്ള സന്തോഷത്തിലൊക്കെ ആയിരുന്നു. പിന്നെ 2 പേരും കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി, കഥ പറച്ചിലായി. പിന്നെ നമ്മളൊന്നും വേണ്ട, 2 കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ ലോകത്തായിരിക്കുമല്ലോ. അപ്പോൾ 2 കൂടെ കഥ പറച്ചിലൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാനായിട്ട് മത്തിക്കറിയും ചോറും ഇതൊക്കെ ഉണ്ടായിരുന്നു. കപ്പ ഉണ്ടായിരുന്നു, കപ്പ എടുത്തില്ലെങ്കിൽ അപ്പോൾ വലിയ താല്പര്യത്തോണ്ട് കപ്പ എടുത്തില്ല. എന്തായാലും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.